ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ അടുത്തൊരു സ്റ്റേജാണ് ദ ഓൾഡ് കിങ്ഡം. ഈ ഓൾഡ് കിങ്ഡത്തിലാണ് നമ്മൾ സിവിലൈസേഷൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജിലേക്ക് കടന്നു എന്ന് പറയാൻ പറ്റുന്നത്. പ്രീ ഡൈനാസ്റ്റിക്കിൽ നിന്ന് ഓൾഡ് കിങ്ഡത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കുറച്ചും കൂടി സാമൂഹികപരമായും രാഷ്ട്രീയപരമായും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കാലത്താണ് ശരിക്കും നൈൽ നദിയുടെ തീരത്ത് ഒരു നാഗരികത ഉദയം കൊള്ളുന്നത്. ഓൾഡ് കിങ്ഡത്തിൻ്റെ സമയത്താണ് ഒരു സിവിലൈസേഷൻ ഫോം ചെയ്തു വന്നത്. ഏജ് ഓഫ് പിരമിഡ്സ്. ഓൾഡ് കിങ്ഡത്തിനെ നമ്മൾ ഏജ് ഓഫ് പിരമിഡ്സ് എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിക്കാനുള്ളൊരു കാരണം പിരമിഡുകളുടെ കാലഘട്ടമായതുകൊണ്ടാണ്. അപ്പോൾ ഓൾഡ് കിങ്ഡം ആണ് പിരമിഡുകളുടെ കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഓൾഡ് കിങ്ഡം വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അതെന്താണ്? ഏജ് ഓഫ് പിരമിഡ്സ് അല്ലേ. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പിരമിഡുകളാണ് അല്ലേ. അപ്പോൾ ഈജിപ്തിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയാത്ത ഒരാൾക്ക് പോലും അവിടെ പിരമിഡുകളുണ്ടെന്നും മമ്മികളുണ്ടെന്നും അറിയാൻ പറ്റും. ആ ഒരു പിരമിഡുകളുടെ തുടക്കം അപ്പോൾ ഏത് ഫേസിലാണ്? ഓൾഡ് കിങ്ഡത്തിലാണ് അല്ലേ. ഏജ് ഓഫ് പിരമിഡ്സ് എന്നും പറയുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഏജ് ഓഫ് ദ പിരമിഡ് ബിൽഡേഴ്സ് എന്നും ഈ ഒരു ഓൾഡ് കിങ്ഡത്തെ പറയുന്നുണ്ട്. പിരമിഡ് ഉണ്ടാക്കിയ ആളുകളുടെ ഒരു കാലഘട്ടം. ഈ ഓൾഡ് കിങ്ഡത്തിൻ്റെ സമയത്താണ് ഗിസ പിരമിഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ ഗിസ പിരമിഡ്. ഇത് ആരാ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇത് ഖുഫു എന്ന ഒരു ഫറോവ ഉണ്ടായിരുന്നു. അയാളുടെ സ്വന്തം ശവകുടീരം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ പിരമിഡ്. ഇതെന്താണ്? ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ളതും ഉയരം കൂടിയിട്ടുള്ളതുമായ പിരമിഡാണ്. അപ്പോൾ ഈ ഓൾഡ് കിങ്ഡം ഈജിപ്തിലെ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഈ ഓൾഡ് കിങ്ഡത്തിൽ പ്രധാനപ്പെട്ട റൂളേഴ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗിസ പിരമിഡ് ഉണ്ടാക്കിയിട്ടുള്ള ഖുഫു, അതുപോലെ തന്നെ ടാംഫ്, മെൻക്വയർ തുടങ്ങിയവർ. ഇവർ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഓൾഡ് കിങ്ഡം എന്ന് പറയുന്ന ഒരു കാലഘട്ടം. ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ 20ഓളം രാജവംശങ്ങൾ ഭരിച്ചിട്ടുണ്ട്. അവിടുത്തെ രാജാവിനെ ഫറവോ എന്നാണ് പറയുക. 20ഓളം ഫറവോന്മാരുടെ ഭരണം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ 20ഓളം ഫറവോമാരിൽ 4 പ്രധാനപ്പെട്ട ഫറവോ ഭരണം നടന്നിട്ടുള്ളത് ഈ ഓൾഡ് കിങ്ഡത്തിലാണ്. 3rd ഡൈനാസ്റ്റി മുതൽ 7th ഡൈനാസ്റ്റി വരെ ഈ ഓൾഡ് കിങ്ഡത്തിലാണ് വരുന്നത്. ഇതിലേറ്റവും പവർഫുൾ ആയിട്ടുള്ള റൂളേഴ്സായി അറിയപ്പെടുന്നത് സ്നെഫറുവിനെയും ഖുഫുവിനെയുമാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് മെനത്തോ. ഇദ്ദേഹം 3rd സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഒരു ഹിസ്റ്റോറിയൻ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാരുടെ വംശാവലി വളരെ കൃത്യമായിട്ട് ഇദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. വാണിജ്യം കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ട്രേഡിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റേജായിട്ട് ഇത് മാറി. അവർ ഇൻറ്റേർണൽ ട്രേഡും എക്സ്റ്റേർണൽ ട്രേഡും വ്യാപിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ അത് കുറേയൊക്കെ വിജയിച്ചിട്ടുമുണ്ട്. ഈ ഒരു സമയത്തെ റോയൽ ക്യാപിറ്റലായി പറയുന്ന ഒരു സ്ഥലമാണ് മെംഫിസ്. അവരുടെ എല്ലാവിധ വർക്കുകളുടെയും കേന്ദ്രമായി പ്രവർത്തിച്ചിട്ടുള്ളതാണ് മെംഫിസ്. നമ്മൾ നേരത്തെ മെനത്തോ എന്ന് പറഞ്ഞ ചരിത്രകാരനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇദ്ദേഹം BC 3-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് മെനസ് എന്ന് പറഞ്ഞിട്ടുള്ള രാജാവാണ് ഈ മെംഫിസ് എന്ന് പറഞ്ഞ നഗരം സ്ഥാപിച്ചത്. ഇത് ആദ്യകാല രാജവംശത്തിൻ്റെ തലസ്ഥാനമായിട്ടാണ് അറിയപ്പെടുന്നത്. കൂടാതെ തന്നെ പുരാതന ഈജിപ്ഷ്യൻ ചരിത്രത്തിലുടനീളം ഒരു പ്രധാന നഗരമായിട്ടാണ് ഈ മെംഫിസ് അറിയപ്പെടുന്നത്. ഈ ഓൾഡ് കിങ്ഡത്തിലുള്ള ആളുകൾ ഫറവോന്മാരെ ദൈവത്തിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത, ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കലപ്പ ഉപയോഗിച്ച് കൃഷി ചെയ്തിരുന്ന ആദ്യത്തെ സിവിലൈസേഷനാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഓൾഡ് കിങ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളറാണ് ജോസർ എന്ന് പറഞ്ഞ വ്യക്തി. ഇയാൾ ആദ്യത്തെ റൂളറോ ഒന്നുമല്ല, പക്ഷേ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട റൂളറാണ് ഇദ്ദേഹം. 3-ാം രാജവംശത്തിൻ്റെ ഫറവോനായിരുന്നു. ഇദ്ദേഹം എന്താണ് പ്രധാന റൂളറാണെന്ന് പറയാൻ കാരണം, ഈ പിരമിഡുകളിൽ തന്നെ പല ടൈപ്പ് പിരമിഡ് ഉണ്ട്. അതിലൊരു ടൈപ്പാണ് സ്റ്റെപ്പ് പിരമിഡ്. ആ സ്റ്റെപ്പ് പിരമിഡ് മെംഫിസിൽ പണിത ഒരു റൂളറാണ് ജോസർ. ഈ ജോസറിൻ്റെ കാലഘട്ടത്തിൽ സ്റ്റേറ്റിനെ പറഞ്ഞിരുന്നത് നോംസ് എന്നാണ്. ഇയാളെ സഹായിച്ചിട്ടുള്ള ഒരു ആർക്കിടെക്റ്റ് ആണ് ഇംഹോടെപ്പ്.
ഓൾഡ് കിങ്ഡത്തിലെ 4th ഡൈനാസ്റ്റിയിലെ ഇമ്പോർട്ടൻ്റ് റൂളറാണ് സ്നെഫ്രു. നമ്മൾ മുന്നേ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ. അദ്ദേഹം അടങ്ങുന്ന വംശം 4ാമത്തെ വംശമാണ്. ഇദ്ദേഹത്തിൻ്റെ കാലത്തും പിരമിഡ്സ് ഉണ്ടായിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ പിരമിഡ്സ് ഇദ്ദേഹം തന്നെ പണിതതായിട്ടുള്ള അറിവ് കിട്ടിയിട്ടുണ്ട്. ഈ സ്നെഫ്രുവിൻ്റെ കാലത്തെ ഗോൾഡൻ ഏജ് ഓഫ് ഓൾഡ് കിങ്ഡം എന്നും പറയുന്നുണ്ട്. ഓൾഡ് കിങ്ഡത്തിലെ ഗോൾഡൻ ഏജ് ആണ് സ്നെഫ്രുവിൻ്റെ 4th ഡൈനാസ്റ്റിയിലെ പീരീഡ്. ഈ കാലഘട്ടത്തിൽ ബെൻഡ് പിരമിഡ്, റെഡ് പിരമിഡ് അങ്ങനെ കുറേ പിരമിഡുകൾ പണിയുന്നുണ്ട്. ഈ സ്നെഫ്രുവിൻ്റെ മകനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുഫു. കുഫുവിൻ്റെ കാലത്തിലാണ് ഗിസ പിരമിഡ് പണിയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്നെഫ്രുവിൻ്റെ കാലഘട്ടത്തിൽ ബെൻഡ് പിരമിഡും റെഡ് പിരമിഡും ഒക്കെ പണിയുന്നു. അത് കഴിഞ്ഞിട്ട് കുഫുവിൻ്റെ കാലത്ത് ഗിസ പിരമിഡ് പണിയുന്നു. ഈ ഗിസ പിരമിഡ് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ സ്ട്രക്ചർ തന്നെയാണ് അതിനുള്ള കാരണം. ഈ കാലഘട്ടം 3rd ഡൈനാസ്റ്റി മുതൽ 6th ഡൈനാസ്റ്റി വരെയൊക്കെ വരുന്നുണ്ട്. ചില ചരിത്രകാരന്മാർ പറയുന്നു 7ാമത്തെ രാജവംശം ഈ ഓൾഡ് കിങ്ഡത്തിലാണ് വരുന്നത് എന്ന്. പക്ഷെ അതൊരു തർക്ക വിഷയമാണ്. എന്നിരുന്നാലും അപ്രോക്സിമേറ്റ്ലി 6th ഡൈനാസ്റ്റിയും 7th ഡൈനാസ്റ്റിയും ഓൾഡ് കിങ്ഡത്തിൻ്റെ കീഴിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഓൾഡ് കിങ്ഡത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് 2150 BCE ആവുന്ന സമയത്ത് അവിടെ ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ വരികയാണ്. അതുപോലെ വെള്ളം കിട്ടാത്തൊരവസ്ഥ. അങ്ങനെ ഒരു കാലഘട്ടം വന്നപ്പോൾ ഓൾഡ് കിങ്ഡത്തിന് ഒരു ബ്രേക്കായി. അതിനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് പീരിയഡ് എന്നാണ് പറയുന്നത്. ഈ ഇൻ്റർമീഡിയറ്റ് പീരിയഡിനെ പറ്റി അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്.